ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 10 ദിവസത്തെ ക്ലാസ്സിൻ്റെ 7ാമത്തെ ദിവസമായ ഡേ 7 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെൻറ്റൻസ് കൺസ്ട്രക്ഷനും ഒപ്പം തന്നെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിനോടൊപ്പമുള്ള എക്സർസൈസ് എല്ലാവരും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഇന്നും നമുക്ക് ലാസ്റ്റിൽ എക്സർസൈസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നാം സാധാരണയായിട്ട് റിക്വസ്റ്റ്, കമാൻഡ്, അതായത് ആജ്ഞകൾ, അതുപോലെ അപേക്ഷകൾ മുതലായവ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതൂ എന്നാണ് അല്ലേ. റീഡ് വായിക്കൂ എന്നാണ്, വായിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നാണ്. എന്നാൽ വിത്തൗട്ട് എനിത്തിങ്, അതിനകത്തൊന്നും തന്നെ നമ്മൾ ആഡ് ചെയ്ത് റൈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതെഴുതൂ, റീഡ് ദാറ്റ് അത് വായിക്കൂ, സേ സോ അങ്ങനെ പറയൂ. ഇപ്പം ആരുടെയും യാതൊരു ഇതും ഇല്ലാതെ തന്നെ റൈറ്റ് എന്ന് പറഞ്ഞാലും എഴുതൂ എന്നാണ്. അപ്പോൾ അവിടെ കമാൻഡ്, അതുപോലെ ഇപ്പം റൈറ്റിനോടൊപ്പം നമ്മൾ പ്ലീസ് എന്ന് ആഡ് ചെയ്തിട്ട് പറയാണ്, പ്ലീസ് റൈറ്റ് എന്ന് പറഞ്ഞാലോ അതൊരു അപേക്ഷയാണ്, ഇതെഴുതൂ. അതായത് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അഥവാ കമാൻഡ്, റിക്വസ്റ്റ് എന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ടിങ് വിത്ത് വെർബാണ്. അതായത് ഒരു വെർബ്, ഇപ്പോൾ കളിക്കൂ എന്ന് പറയുന്നതിന് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കളിക്കൂ എന്നാണ്. കാരണം ആ പ്ലേ എന്നതിനകത്തൊരു ഓക്സിലറി വെർബുണ്ട്. നമുക്കറിയാം സഹായക ക്രിയ ഏതൊക്കെയാണ് എന്നുള്ളത്. പ്ലേ ആണെങ്കിൽ അവിടെ ഡു ഉണ്ട്, പ്ലേസ് ആണെങ്കിൽ ഡസ് ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ ഡു എന്നത് ചെയ്യുക, ചെയ്തു എന്നുള്ളൊരർത്ഥവും കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഡു ഇറ്റ് അത് ചെയ്യൂ എന്നാണ് അല്ലേ. ഇവിടെ ഈ പ്ലേ എന്നതിനകത്ത് ഡു ഉള്ളതുകൊണ്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് കളിക്കൂ എന്നാണ്. അപ്പോൾ അവിടെ ഡു പ്ലേ എന്നത് ഡു അകത്താണ്, അതായത് നമുക്ക് കാണാൻ പറ്റാതെ ഹിഡൻ ആയിട്ട് കിടക്കാണ്. എന്നാൽ പ്ലേറ്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് കളിക്കൂ എന്ന് പറയുന്നതിന് കളിക്കരുത് എന്ന് പറയണമെങ്കിൽ ഈ ഡൂവിനെ നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ടോ ഡോണ്ട് പ്ലേറ്റ്, ഡൂവിനോടൊപ്പം നോട്ട് ആഡ് ചെയ്യുക. നോട്ട് ആഡ് ചെയ്യുമ്പോൾ അത് ഡു നോട്ട് എന്നാവുന്നു. അതിനെ നമ്മൾ ഷോർട്ടൻ ചെയ്ത് ഡോണ്ട് എന്നാക്കുന്നു. അപ്പോൾ ഡോണ്ട് പ്ലേറ്റ്. ഓക്കെ, പോകുക എന്ന് പറയാൻ ഗോയാണ്, പോകരുത് ഡോണ്ട് ഗോ, അവിടെ പോകരുത് ഡോണ്ട് ഗോ ദെയർ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് കരുതാമല്ലോ. അതായത് ഒരു വെർബിനെ ആ വെർബ് മാത്രമായി പറയുമ്പോൾ, അല്ലെങ്കിൽ ആ വെർബിനോടൊപ്പം എന്തെങ്കിലും വെർബിന് മുമ്പല്ല വെർബിന് ശേഷം ആഡ് ചെയ്ത് പറയുമ്പോൾ അതൊരു കമാൻഡായിട്ട് നമുക്ക് എടുക്കാം. എന്നാൽ പ്ലീസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു അപേക്ഷയായി നമുക്കെടുക്കാം. ഈ ക്ലാസ് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് തുടക്കക്കാർക്ക് വളരെ സിമ്പിളായി പഠിക്കാൻ വേണ്ടിയുള്ള ചില ട്രിക്സാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾ റൂൾസിനെ വലിച്ചിഴയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ പെട്ടെന്ന് പഠിക്കാനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം കം ഹിയർ, ഇങ്ങോട്ട് വരൂ എന്നാണ്. കം ഹിയർ, ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരരുത് എന്നാണെങ്കിലോ ഡോണ്ട് കം ഹിയർ. കമ്മിൽ ഡൂയിങ് എടുക്കുന്നു, അതിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്യുന്നു, ഡോണ്ട് കം. ഓക്കെ, എന്നാൽ പുറത്ത് പോകൂ, ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഇല്ലേ. എന്നാൽ പുറത്ത് പോകരുതെന്നാണെങ്കിൽ അതിനോടൊപ്പം ഡോണ്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഡോണ്ട് ഗെറ്റ് ഔട്ട്. ഓക്കെ, ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ, അപ്പം ഇപ്പം ഹാപ്പി എന്നുള്ളത് നമുക്ക് ഹാപ്പി ആവുക എന്നുള്ളതിന് മറ്റൊരു വേർഡ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബി ഫോം അതിനോടൊപ്പം ചേർത്ത് ബി ഹാപ്പി, സന്തോഷമായിരിക്കൂ, ബി ഹാപ്പി. എന്നാൽ സന്തോഷമായിരിക്കരുത് എന്നാണെങ്കിലോ ഡോണ്ട് ബി ഹാപ്പി. ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്, അതായിരിക്കും നല്ലത്. ആദ്യം പറഞ്ഞ സെൻറ്റൻസുകളാണെങ്കിൽ ഡു ആഡ് ചെയ്യുന്നതും ഡോണ്ട് ആഡ് ചെയ്യുന്നതും മാത്രം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഡൂവും ഡോണ്ടും നമ്മുടേതായ സന്ദർഭങ്ങൾക്കനുസരിച്ച് ആഡ് ചെയ്യുക. ഇപ്പം ഹാപ്പി എന്നത് സന്തോഷമായിരിക്കും, ബി ഹാപ്പി എന്നത് സന്തോഷമായിരിക്കും, ഡോണ്ട് ഹാപ്പി സന്തോഷമായി. അല്ലെങ്കിൽ ആങ്ക്രി, ബി ആങ്ക്രി, എന്താണ് ഭയങ്കര കലിപ്പന്മാരോട് ബി ആങ്ക്രി, കലിക്കാണ് അല്ലെങ്കിൽ ദേഷിക്കൂ എന്നാണ് പറയുന്നത്. ഡോണ്ട് ബി ആങ്ക്രി, ദേഷ്യപ്പെടരുത് എന്ന് നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ പറയാണ് ഇവിടെ വരൂ, അത് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി ഞാൻ പറയാണ് കം ഹിയർ. എന്നാൽ ഇവിടെ വരരുത് എന്നാണെങ്കിൽ ഡോണ്ട് കം ഹിയർ. ഇനി ട്രൈ അഗൻ, വീണ്ടും ശ്രമിക്കൂ. ഡോണ്ട് ട്രൈ അഗൻ, വേണ്ട, ഇനി ശ്രമിക്കേണ്ട ആവശ്യമില്ല, ഇനി ശ്രമിക്കേണ്ട എന്നാണ് പറയുന്നത്.
ഇനി അത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഡു ഇറ്റ്. ചെയ്യരുത് എന്നാണെങ്കിലോ ഡോണ്ട് ഡു ഇറ്റ്. ചെയ്യുക ഡു ഇറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. ഇവിടെ നിൽക്കരുത്, നിൽക്കുക എന്നുള്ളതിന് സ്റ്റാൻഡ് ദെയർ എന്നാണ്. എന്നാൽ അവിടെ നിൽക്കരുത് എന്നാണെങ്കിൽ ഡോണ്ട് സ്റ്റാൻഡ് ദെയർ. ഇനി പറയുക എന്ന് പറയുമ്പോൾ അത് പറയൂ എന്ന് പറയുകയാണെങ്കിൽ സേ ഇറ്റ്. അത് പറയരുത് എന്നാണെങ്കിൽ ഡോണ്ട് സേ ഇറ്റ്. ഇനി നമ്മൾ ശല്യം ചെയ്യരുത് എന്ന് പറയുമല്ലോ. ഇപ്പം ശല്യം ചെയ്യൂ എന്ന് പറയില്ല. അപ്പം ഇനി ശല്യം ചെയ്യൂ എന്ന് പറഞ്ഞാലും ഡിസ്റ്റർബ് മീ എന്ന് പറയേണ്ടി വരും. എന്നെ ശല്യം ചെയ്യൂ. എന്നാൽ ശല്യം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ സെൻറ്റൻസ് പറയുന്നത്. ഓക്കെ, എന്നെ ശല്യം ചെയ്യരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇവിടെ വരൂ, കം ഹിയർ. ഇവിടെ വരരുത്, ഡോണ്ട് കം ഹിയർ. ഇനി ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ബിന്നിൻ്റെയൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ വേസ്റ്റ് ബിൻ വെച്ചിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാറുണ്ട് പുട്ട് ഇറ്റ്, അവിടെ ഇടൂ. ഇല്ലെങ്കിൽ പിന്നെ ചിലയിടത്ത് പാർക്കിംഗ് ഏരിയ ഡോണ്ട് യൂസ് ഇറ്റ്. അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞാൽ യൂസ് ഇറ്റ്, ഇത് ഉപയോഗിക്കൂ. അപ്പോൾ ഇത് ഉപയോഗിക്കരുതെന്നാണെങ്കിലോ ഡോണ്ട് യൂസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ ഡൂവിൻ്റെയും ഡോണ്ടിൻ്റെയും ഉപയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ സെയിം ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 10 days പ്രാക്ടീസിനായിട്ട് നമ്മുടെ ഈ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്നവർക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ എക്സസൈസിൽ ഞാൻ ആദ്യം പറയാനുള്ളത് ഇവിടെ നോക്കൂ. എന്താണ് ഇവിടെ നോക്കൂ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കരുത്. ഓക്കെ, ഈ പുസ്തകങ്ങൾ എടുക്കൂ. അപ്പോൾ ഈ പുസ്തകങ്ങൾ എടുക്കരുത് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതേണ്ടി വരും അല്ലേ? ഈ പുസ്തകങ്ങൾ എടുക്കരുത്. മുമ്പേ നമ്മൾ ഹാപ്പി പറഞ്ഞ പോലെ ശാന്തമായിരിക്കൂ. ശാന്തമായുക എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആണ്, QUIT, ക്വൈറ്റ്. ശാന്തമായിരിക്കൂ, ശാന്തമായിരിക്കരുത്. ഓക്കെ, ഇനി അവിടെ പോകരുത്. അവിടെ പോകൂ, അവിടെ പോകൂ, അവിടെ പോകരുത്. ഓക്കെ, ഇത് ആവർത്തിക്കൂ. റിപ്പീറ്റാണ് ആവർത്തിക്കുക എന്നുള്ളതിന്. അപ്പം ആവർത്തിക്കരുത് എന്നാണെങ്കിൽ ഇത് ആവർത്തിക്കരുത്, രണ്ടും എഴുതണം. ഇനി എന്നെ സഹായിക്കൂ ഒക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നെ സഹായിക്കൂ, എന്നെ സഹായിക്കരുത്. ഓക്കെ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. എനിക്ക് വേണ്ടി കാത്തിരിക്കൂ എന്നാണ്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ, എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ മീ ആണ്, കാത്തിരിക്കുക വെയിറ്റ് ആണ്. അത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റ്, ആൻഡ് ഓൾസോ ഡു ദ എക്സസൈസ് വെരി സൂൺ. വെൻ യു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ itself, you immediately do the exercise and send me through comments. Okay, thank you for watching. Signing off.